നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിലവിൽ ലഭിച്ചുവരുന്ന കാരുണ്യ ആരോഗ്യ സഹായ പദ്ധതി അവസാനിപ്പിക്കാതെ കൂടുതൽ വിപുലീകരിച്ച് ജീവൻ രക്ഷാ കാർഡ് എന്ന പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചികിത്സാ സഹായം 2000 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം വയോജനങ്ങൾക്കും കുട്ടികൾക്കും ക്യാൻസർ രോഗികൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി ആരൊക്കെയാണ് ഇതിൽ അർഹർ, എങ്ങനെ ഈ കാർഡ് ലഭിക്കും, അപേക്ഷിക്കേണ്ടത് ആരൊക്കെയാണ്, ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ ഏതൊക്കെയായിരിക്കും, റേഷൻ കാർഡ് ഇല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്, എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം എല്ലാ ഇൻഫർമേഷൻസും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നത് മനസ്സിലാക്കുക. പ്രധാന വിവരങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് പുതിയ ആരോഗ്യ പദ്ധതി? സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒന്നാണ് ചികിത്സാ ചെലവ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഹൃദയ ശസ്ത്രക്രിയയോ ക്യാൻസർ ചികിത്സയോ കിഡ്നി രോഗമോ വന്നാൽ പോലും പലപ്പോഴും കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകരാറിലാകും. പലരും കടം വാങ്ങുന്നു, പലരും സ്വർണം പണയം വെക്കുന്നു, ചിലർ ഭൂമിയും വീടും വരെ വിൽക്കേണ്ട അവസ്ഥയിലെത്തുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. ഇപ്പോൾ നിലവിലെ കാരുണ്യ പദ്ധതി ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായമായിട്ടുണ്ട്. എന്നാൽ ചികിത്സാ ചെലവ് വലിയ തോതിൽ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പഴയ സഹായത്തുക മതിയാകുന്നില്ല എന്ന വിമർശനം നിലനിന്നിരുന്നു. ഇതോടെയാണ് കൂടുതൽ വിപുലമായ പദ്ധതിയിലേക്ക് സർക്കാർ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ചികിത്സാ സഹായത്തുക വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. നിലവിൽ പലർക്കും ലഭിച്ചിരിക്കുന്നത് 2 ലക്ഷം രൂപ വരെയുള്ള സഹായമായിരുന്നു. പുതിയ സംവിധാനത്തിൽ അത് 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇന്നലെ ജൂൺ 19 വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. 5 ലക്ഷം രൂപയാക്കുമെന്ന്. ഇത് നടപ്പായാൽ വലിയ ആശ്വാസം ലഭിക്കുക ഹൃദയ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക്, അപകടത്തിൽ പരിക്കേറ്റവർക്ക്, ഗുരുതര രോഗബാധിതർക്കും ആയിരിക്കും. ഇന്ന് ഒരു ഹൃദയ ശസ്ത്രക്രിയക്ക് ഏകദേശം 3 മുതൽ 6 ലക്ഷം രൂപ വരെ ചെലവ് വരാറുണ്ട്. ചില ക്യാൻസർ ചികിത്സകൾക്ക് 10 ലക്ഷം രൂപയിലധികമായിരിക്കും ചിലവ് വരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ഇനി കാർഡ് വിതരണം എപ്പോഴെന്ന് ചോദ്യം വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 2026 മാസം മുതൽ ജീവൻ രക്ഷാ കാർഡ് വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിതരണം റേഷൻ കടകൾ വഴിയായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും റേഷൻ കടകൾ നിലവിലുണ്ട്. അതിനാൽ ആളുകൾക്ക് പ്രത്യേകം ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവില്ല. കാർഡ് വിതരണം കൂടുതൽ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കും. സർക്കാരിന്റെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കി അർഹരായവരെ കണ്ടെത്താനും എളുപ്പമാകും. മഞ്ഞയും പിങ്കും കാർഡുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. മഞ്ഞ റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡും ഉള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക അപേക്ഷ ക്ഷണിക്കേണ്ടതില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇവർക്കാണ് ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്നത്. സർക്കാരിന്റെ രേഖകളിൽ അർഹരായി ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഓട്ടോമാറ്റിക്കായി കാർഡ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഓൺലൈൻ അപേക്ഷ വേണ്ട, ഫോം പൂരിപ്പിക്കേണ്ടതില്ല. അർഹരായ കുടുംബങ്ങൾക്ക് നേരിട്ട് കാർഡ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ സൗകര്യമാവും. നീലയും വെള്ളയും റേഷൻ കാർഡ് എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമുണ്ട്. നീലയും വെള്ളയും റേഷൻ കാർഡ് ഉള്ളവർക്ക് സാഹചര്യം അല്പം വ്യത്യാസമാണ്. എല്ലാവർക്കും സ്വമേധയാ കാർഡ് ലഭിക്കില്ല. കുടുംബ വരുമാനം കുറവാണെന്ന് തെളിയിക്കേണ്ടി വരും. 2026 സെപ്റ്റംബർ മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പർ. അപേക്ഷ പരിശോധിച്ച ശേഷം അർഹരായവരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള അർഹതയ്ക്ക് പുറമെ ചില പ്രത്യേക വിഭാഗങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഉൾപ്പെടുന്നത് SC കുടുംബങ്ങൾ, ST കുടുംബങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. വയോജനങ്ങൾക്ക് പ്രത്യേക ഡിജിറ്റൽ ഹെൽത്ത് കാർഡും വരുന്നതായിരിക്കും. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർഷം തോറും
വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാർഡിന്റെ ഗുണങ്ങൾ വർഷത്തിൽ 2 തവണ സൗജന്യ ആരോഗ്യ പരിശോധന, അതുപോലെ തന്നെ ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്, മരുന്നുകൾക്ക് 50% വരെ ഇളവ്, ആശുപത്രികളിൽ പ്രത്യേക പരിഗണന, പ്രായമായവർക്ക് ചികിത്സ കൂടുതൽ എളുപ്പമാക്കുക എന്നതാണ് ലക്ഷ്യം. കുട്ടികൾക്കുള്ള വലിയ പ്രഖ്യാപനമുണ്ട്. ജന്മന ഹൃദയവൈകല്യങ്ങൾ ബാധിച്ച നിരവധി കുട്ടികൾ കേരളത്തിലുണ്ട്. പല കുടുംബങ്ങൾക്കും ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് നടപ്പായാൽ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാവും. അതേപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ ചികിത്സ വളരെ കൂടുതലാണ്. ചികിത്സയ്ക്കൊപ്പം മരുന്നുകൾക്കും യാത്രയ്ക്കും ഭക്ഷണത്തിനും വലിയ തുക ചെലവാകുന്നുണ്ട്. ഇത് പരിഗണിച്ച് പ്രതിമാസം 3000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തുക രോഗികൾക്കും കുടുംബങ്ങൾക്കും സാമ്പത്തികമായി സഹായമാകും. അതേപോലെ മാനസികാരോഗ്യ സംഘർഷം നേരിടുന്ന ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസിക ആരോഗ്യവും പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് ഹെൽപ്പ് ലൈൻ ആരംഭിക്കുകയാണ്. 14416 എന്ന നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കൗൺസിലിംഗ്, മാനസിക പിന്തുണ അതുപോലെ തന്നെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ലഭ്യമാകും. ഇനി കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണത്. കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അതിന് പ്രത്യേക സംവിധാനം ഒരുക്കുന്നുണ്ട്. മൊബൈൽ ആപ്പ് വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ പുതിയ കാർഡ് ലഭിക്കും. അതായത് വീണ്ടും മുഴുവൻ നടപടിക്രമങ്ങളും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന പദ്ധതിയാണ് ജീവൻ രക്ഷാ കാർഡിനെ വിലയിരുത്തുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത, അതായത് പുതിയ ആരോഗ്യ കാർഡ് പദ്ധതിയിലൂടെ ചികിത്സാ സഹായം 5 ലക്ഷം രൂപ വർദ്ധിപ്പിക്കുമെന്നും, അതുപോലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾക്ക് അപേക്ഷിക്കേണ്ടതില്ല, കാർഡ് നേരിട്ട് ലഭിക്കുന്നുവെന്ന വിവരം. അതുപോലെ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വരുമാന മാനദണ്ഡം അനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാനാവുമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. 5 ലക്ഷം രൂപ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കി അവരെ വിലയിരുത്തി അവർക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ യോഗ്യത നേടാൻ സാധിക്കുമെന്ന് പറയുന്നത് പല APL കാർഡുകാർക്കും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല സിറ്റുവേഷൻസ്. അപ്പോൾ അതിനനുസരിച്ച് അത് അപേക്ഷിക്കാനാവും എന്നുള്ളൊരു കാര്യം പോലും നല്ലൊരു വാർത്ത തന്നെയാണ്. കാർഡ് വിതരണം നേരിട്ട് റേഷൻ കടകൾ വഴിയാണെങ്കിൽ അത് വളരെയധികം എളുപ്പമായിരിക്കും. കാരണം റേഷൻ കടകളിലെ നമ്മുടെ ഡാറ്റാസ് ഉണ്ടാവും. അതിൽ ആരൊക്കെയാണ് ദാരിദ്ര്യരേഖയിൽ താഴെ എന്നുള്ളത് അവർക്ക് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ അവർക്കത് വിലയിരുത്താനുള്ള വലിയൊരു ചാൻസ് കൂടിയാണ്. അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാർഡ് വിതരണം നടക്കും. അങ്ങനെ നടക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. എല്ലാവരും ഇതിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ആവശ്യമായ രേഖകൾ വീട്ടിലുണ്ടോ എന്ന് ഉറപ്പാക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുള്ള എല്ലാം അവിടെ ഉറപ്പാക്കുക. രേഖകൾ വീട്ടിലുണ്ടോ, അത് പുതുക്കണോ എന്നുള്ളതെല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഈ KYC പോലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ലതാണ്. ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ, അർഹത, രജിസ്ട്രേഷൻ തീയതി, അപേക്ഷ നടപടികൾ എന്നിവ ഇനി വരുമ്പോൾ അത് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.